പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ സാക്ഷിയായി ഉണർന്നുയർന്ന് പ്രശോഭിക്കുവാൻ ദൈവം വിളിക്കുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ. നീ എന്റേതാണെന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥം കൂടി അതിൽ ആഴ്ന്നു കിടപ്പുണ്ട്. നീ മറ്റൊന്നിന്റെയും മറ്റാരുടെയും അല്ല എന്ന്. ഹല്ലേലൂയ. നീ എന്റേതാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സഹോദരങ്ങളെ, ഈ ഈശോയോട് എപ്പോഴും ചേർത്ത് നിർത്തുന്നുള്ള പരിശുദ്ധ മാതാവ്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ എന്റെ കോളേജ് ചാപ്പലിൽ പോകും. ഞാൻ എന്നിട്ട് ഈ മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തും. തിരുസലോത്തിന് മുമ്പിൽ. എനിക്കറിയില്ല, എനിക്ക് ഈ അമ്മ എന്ന് വെച്ച ജീവന. പിന്നെ അപ്പോഴാണ് ഒരു സഹോദരൻ സഹോദരൻ ഇത് കണ്ടു. അവൻ ചാപ്പലിന് പുറത്തുനിന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ വന്നേ. ഞാൻ ചെന്നു. നീ എന്നാ പണിയാ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ പ്രാർത്ഥിച്ചു. മറിയത്തോട് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോഴാ ഞാൻ പറഞ്ഞു, ഏകരക്ഷകൻ യേശുവാ. ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, ഏകരക്ഷകൻ യേശുവാണല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയണോ, ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ചിന്തിച്ചു, പലപ്പോഴും ഈശോയെ പോലും മറന്ന് ഞാൻ ഈ അമ്മയെ വിളിക്കുകയാണല്ലോ, എന്താ ഇതിന്? ഞാൻ ചിന്തിച്ചു, ഞാനൊരു പണി ചെയ്തു. തൽക്കാലം ജപമാല പ്രാർത്ഥനയൊക്കെ മാറ്റിയിട്ട് പിന്നെ ഈശോയുമായുള്ള നേരിട്ടുള്ള ബന്ധമായി എവിടെ എന്നും ഞാൻ ഈ ജപമാല പ്രാർത്ഥന നീങ്ങി നിന്നോ. പ്രിയമുള്ളവരെ, വലിയ ഭാരം നിറയുന്നു, വലിയ അസ്വസ്ഥത നിറയുന്നു, വലിയ ടെൻഷൻ നിറയുന്നു, നിരാശ, വിദ്വേഷം, വെറുപ്പ്, അതുപോലെ തന്നെ പ്രലോഭന തള്ളലുകള്, പാപചായ്ച്ചിലുകൾ ആകെ നിറയുന്ന ഒരവസ്ഥ. എനിക്ക് മനസ്സിലായി, എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കൗദാശിക ജീവിതത്തിൽ പരാജയം. എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? അവസാനം ഞാനൊരു അന്വേഷകനെ പോലെ വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങൾ പരതിയപ്പോൾ ഞാൻ കണ്ടുമുട്ടി. വിശുദ്ധ മർഗരീത്തായോട് ഈശോ പറയുന്നുണ്ട്, മർഗരീത്ത മകളെ, നീ എത്രയധികമായി എന്റെ അമ്മയെ സ്നേഹിക്കുന്നു, അത്രയും തന്നെ നീ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതായത് ഒരു കുഞ്ഞ് പരിശുദ്ധ മാതാവിനെ എത്രയധികമായി സ്നേഹിക്കുന്നു, അത്രയും തന്നെ ഈശോയെ ആ വ്യക്തി സ്നേഹിക്കുന്നു എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു വലിയ കണ്ടുപിടുത്തം എനിക്ക് മനസ്സിലായി. അമ്മയെ സ്നേഹിച്ചാൽ അത് ലഭ്യമാകുന്നത് ഈശോയ്ക്ക് തന്നെയാ. ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇതാ ജപമാല തിരികെ എടുത്തു. അന്നു മുതൽ വർദ്ധിച്ച സന്തോഷ ആനന്ദത്തോടു കൂടി മുന്നേറ്റം ഈ ജപമാലയിൽ ഞാൻ കേന്ദ്രീകരിച്ചു. ഹല്ലേലൂയ. അതുവഴി എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാവിനെ കൂട്ടുപിടിച്ചാൽ അമ്മ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധ പരമ ത്രിത്വപൂർണ്ണ സ്നേഹത്തിലേക്കാ. ഹല്ലേലൂയ. ഓർക്കണം, മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് ക്ഷീണം തോന്നാം, ചിലർക്ക് തളർച്ചയും തോന്നാം. കാരണം അമ്മയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ആ കുഞ്ഞു രക്ഷപ്പെടുമെന്ന് സാത്താൻ അറിയാം. വിശുദ്ധ ജെറോം പറയുന്നു, മറിയത്തെ വിളിക്കുന്ന ഒരു കുഞ്ഞിന്റെ അരികിലേക്ക് സാത്താൻ എത്താൻ പറ്റില്ല. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനരികിലേക്ക് ദൂരെ നിന്ന് സാത്താൻ വന്നിട്ട് അവൻ തിരിച്ചോടും. ഓടുമ്പോൾ ഇങ്ങനെ പറയും, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അത് മറിയത്തിന്റെ കുഞ്ഞാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥത തോന്നും, ക്ഷീണം തോന്നും. ജപമാല ചൊല്ലുമ്പോൾ കുടുംബങ്ങളിലും നമ്മുടെ പഠന മേഖലകളിലൊക്കെ ജപമാല ചൊല്ലുമ്പോൾ ഉറക്കവും വരും. വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോരി പറയുന്നുണ്ട്, അലസമായി ഉറക്കം തൂങ്ങി ജപമാല അർപ്പിക്കുന്ന വ്യക്തി പരിശുദ്ധ ത്രിത്വത്തെയും പരിശുദ്ധ മറിയത്തെയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അനുഗ്രഹത്തിന് പകരം അവര് വലിയ കഷ്ടത കൂനകൂട്ടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഓർക്കുക, ഉറക്കം വന്നാൽ ഉണർന്നിരിക്കുക. കടുത്ത ബന്ധനത്തിന്റെ നിറവ് തന്നെയാ ജപമാല. പ്രത്യേകിച്ച് വചനം കേൾക്കുമ്പോൾ ഉറക്കം തൂങ്ങുക, അത് ബോധപൂർവ്വം ഉണരേണ്ട തത്വം തന്നെയാ. കാരണം നമ്മളെ തളർത്തുവാൻ ഒരാത്മാവിനെങ്കിലും കിട്ടുമെന്ന് അവന്റെ ചിന്ത. യേശുവേ നന്ദി. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മ നിറവ് നമുക്ക് ആവശ്യമുണ്ടോ? ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് പരിശുദ്ധ മാതാവിനോട് ചേർന്ന ജപമാല പ്രാർത്ഥന. തിരുസഭയിലേക്ക് നമുക്ക് കടന്നു വരാം. തിരുസഭ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
തിരുസഭ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ പുത്രി, പുത്രനായ ഈശോയുടെ അമ്മ, പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ മണവാട്ടിയാണ് ആര്? പരിശുദ്ധ മാതാവ്. മനസ്സിലായല്ലോ? പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ മണവാട്ടിയാണ് പരിശുദ്ധ മാതാവ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കുമ്പോൾ എന്റെ മണവാട്ടിയെ വിളിച്ചത് ആരാണെന്ന് അറിയുവാൻ ഏറ്റവും ഉത്സുകനായി ആദ്യം ഇറങ്ങി വരുന്ന ആരായിരിക്കും അറിയാമോ? മണവളനായ പരിശുദ്ധാത്മാവായിരിക്കും. വലതുകരമൂർത്തി ഹല്ലേലൂയ. ഇതൊരു ദിവ്യരഹസ്യം, ഒരു ചെറിയ മരിയോളജിയാണ് ഇത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾ വലിയ പരിശുദ്ധാത്മകളുണ്ടാവില്ല. അവർ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. വിശുദ്ധരായ വിശുദ്ധരുടെ മുഴുവൻ ജീവിതങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം വിശുദ്ധ മദർ തെരേസ. ആ ചുള്ളിച്ച കരങ്ങളിൽ എപ്പോഴും കാണാം എന്ത്? ജപമാല. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മ നിവേശിതമായി എല്ലാം ചെയ്യണോ? മാതൃഭക്തി ഏറ്റവും ഉദാത്തമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി പരിശുദ്ധാത്മാവിന് ഒത്തിരിയേറെ വരപ്രസാദങ്ങൾ നമ്മളിലേക്ക് വാങ്ങിത്തന്നുകൊണ്ടിരിക്കും. വലിയ വിവേകം വാങ്ങിത്തരും അമ്മ, വലിയ ജ്ഞാനം വാങ്ങിത്തരും, സൽബുദ്ധി വാങ്ങിത്തരും. ഇന്ന് സൽബുദ്ധി നഷ്ടമാകുന്നു ലോകത്തിന്. മമ്മി പറഞ്ഞെന്നറിയും, മോളെ നീ പോയി പ്രാർത്ഥിക്കേ, TV ഓഫ് ആക്കിയിട്ട് പോയി പ്രാർത്ഥിക്കണേ. അവള് പിന്നെ TV ഓഫ് ആക്കിയിട്ടിരുന്നു. എനിക്ക് കമ്പ്യൂട്ടർ നിർത്തിയിട്ട് നീ വന്നിരിക്കുക. ഒന്നും കേൾക്കുന്നില്ല. അനുസരിക്കാത്ത ഒരു തലമുറ. അവസാനം അമ്മയ്ക്ക് ദേഷ്യം വന്നു, പോയി TV ഓഫ് ചെയ്തു, മകള് പോയി ആത്മഹത്യ ചെയ്തു. അതാ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിന്റെ തൊട്ടാവാടി സ്വഭാവം, പരിശുദ്ധാത്മ നിറവില്ലാത്ത ശൂന്യത. ഇന്നും മനുഷ്യർ വഴിതെറ്റിപ്പോകുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾ എവിടെയൊക്കെ പരക്കം പായുന്നു. ദിനപത്രത്താളുകളിൽ പേടിപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ കേൾക്കുന്നു. പൊന്നിനും പണത്തിനും അതിനുവേണ്ടി പരക്കം പായുന്ന യുവജനങ്ങൾ കൊട്ടേഷന്റെ പേരില് കൊള്ളയും കൊലപാതകവും വഞ്ചനയും മൃഗീയമായി മാറുന്ന അവസ്ഥ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മ നിറവില്ലാത്ത ശൂന്യതയാ. ഇവിടെ സൽബുദ്ധി ലഭിക്കണോ? നമ്മൾ പ്രാർത്ഥിക്കണം, സൽബുദ്ധിയുടെ മാതാവേ, വിവേക ഐശ്വര്യമുള്ള കന്യകേ. വിവേകം അമ്മ പറഞ്ഞു തരും. വലതുകരമൂർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ സഹോദരങ്ങളെ, ഈ അമ്മയോട് പ്രാർത്ഥിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ. സൽബുദ്ധിയുടെ മാതാവ്, സമാധാനത്തിന്റെ രാജ്ഞി, വിവേക ഐശ്വര്യമുള്ള കന്യക, ബോധജ്ഞാന സിംഹാസനം, എല്ലാ ദൈവിക അനുഗ്രഹങ്ങളുടെയും നീർച്ചാലാണ് പരിശുദ്ധ മറിയം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിന്നിച്ചിതറിപ്പോയ ശിഷ്യഗണങ്ങൾ ഗുരു കുരിശിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നിരാശരായി ശിഷ്യഗണങ്ങളെല്ലാം ചിന്നിച്ചിതറിപ്പോയി. പക്ഷേ ഒരമ്മ അവരെല്ലാം വിളിച്ചുകൂട്ടി. ആ ഈ സന്നിധിയിലേക്ക് പരിശുദ്ധാത്മ നിറവുണ്ടായി. യേശുവേ നന്ദി, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഭാഗ്യസ്മരണായ ജോൺ പോൾ പാപ്പയുടെ ജീവിതം നമുക്കറിയാമല്ലോ. പാപ്പ പറഞ്ഞു, പരിശുദ്ധ മറിയമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ധ്യാനിപ്പിച്ച ഒരു വാക്കുകളാത്. പരിശുദ്ധ മറിയമേ, ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണെന്ന പാപ്പ പറയുന്നത്. എന്നാ പാപ്പയ്ക്ക് പറയാൻ പാടില്ല, ദൈവമേ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണെന്നല്ല പറയേണ്ടത്. ഇത്ര വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇതാ പാപ്പ പറയുന്നു, മറിയമേ ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയെ ആശ്ലേഷിക്കുന്ന മക്കൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഈ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കൂടുതൽ എഴുതിയ പാട്ടുകൾ ആരെക്കുറിച്ചാണ് നിങ്ങൾ ഓർത്തോണം കേട്ടോ. നിങ്ങളോട് ചോദിക്കുക, അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുതിയത് ആരെക്കുറിച്ചാ? ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ ഉറങ്ങാനായി താരാട്ടു പാടുന്നു ദൈവം, ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണ് ദൈവം, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, എന്റെ മുഖം വാടിയാൽ ദൈവത്തിന് മുഖം വാടും. ദൈവത്തെ മറന്നു ഞാൻ കണ്ടോ. അപ്പൊ കൂട്ടുകാരൊക്കെ ചോദിക്കാറ ഇതെങ്ങനെ എഴുതുന്നത്? ഞാനോർക്ക് എങ്ങനെ എഴുതുന്നത്? പക്ഷേ പിന്നീട് എനിക്ക് ആ ഉൾബോധ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയിലെത്തുന്ന മക്കളെ അമ്മ നയിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ മടിത്തട്ടിലേക്കാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഈശോയെ നിന്നെ എനിക്കെന്തൊരിഷ്ടം. അപ്പൊ ഈശോയെ നിന്നെ എനിക്കെന്തൊരിഷ്ടം, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചത് അമ്മ പഠിപ്പിച്ചു തന്നതാ. മോനെ, ഈശോയാ നിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. മറിയം സൂം ചെയ്യുന്നു, ക്രിസ്തുവിലേക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഹല്ലേലൂയ. ഇതാ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിലേക്ക്. പ്രിയമുള്ളവരെ, അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ പിതാവായ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, രക്ഷകനായ ഈശോയുടെ ധന്യതയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് മുന്നേറും. പരിശുദ്ധ പരമ ത്രിത്വ പൂർണ്ണ സ്നേഹമായ പരിശുദ്ധ കുർബാനയിലേക്ക് അമ്മ നമ്മളെ നയിക്കും. അമ്മ പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അമ്മ പ്രവർത്തിക്കുമ്പോൾ, അമ്മ സഹായിക്കുമ്പോൾ വിശുദ്ധ കുമ്പസാരത്തിന് ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്ക് അണയാൻ പറ്റും. ഇല്ല എങ്കിൽ ഒരു കുമ്പസാരമൊക്കെ നമ്മൾ നടത്തും, വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയിട്ട് ഒന്ന് കുമ്പസാരിക്കാൻ പൊക്കോ. ഹൃദയം ഉള്ളറകൾ കുത്തി കഴുകി വൃത്തിയാക്കുന്ന പാപികളുടെ സങ്കേതമാണ് പരിശുദ്ധ മറിയം. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന ബലിവേദിക്കരികിൽ വന്നു നിന്നുകൊണ്ട് ഭക്തിയോടെ ശ്രദ്ധയോടെ ഹൃദയനിറവോടെ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുമ്പോൾ ഓ എന്റെ ദിവ്യകാരുണ്യ സ്നേഹമേ എന്ന് വിളിക്കണമെങ്കിൽ ഈ അമ്മയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ബലിപീഠത്തരികിലേക്ക് ലജ്ജയില്ലാതെ വന്ന് ഉറക്കം തൂങ്ങി നിൽക്കാതെ, കൈകെട്ടി നിൽക്കാതെ, പള്ളിക്ക് പുറത്ത് അലസമായി നിൽക്കാതെ, മൊബൈൽ വരുമ്പോൾ പുറത്തേക്ക് പോയി ഇന്ന് ഫോൺ വിളിക്കുന്ന ഒരു നിസ്സംഗത ഉണ്ടാകാതെ തീഷ്ണതയോടെ ഭക്തിയോടെ ശ്രദ്ധയോടെ ബലിയർപ്പിക്കണമോ? ദിവ്യകാരുണ്യത്തിന്റെ അമ്മയായ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് ആവശ്യമാ. അമ്മയെ കൂടാതെ ഒരു കുഞ്ഞും വളരുകയില്ല. പ്രൈസ് ദി ലോർഡ്. വളരും, ശരീരം കൊണ്ട് വളർന്നിരിക്കും, എന്നാൽ ആത്മീയമായി വളരണോ? അമ്മയെ കൂട്ടുപിടിക്കാതെ പറ്റുകയില്ല. അമ്മയെ കൂട്ടുപിടിച്ചാൽ ആത്മീയതയിൽ ഒരു ചുവട് പിന്നോട്ട് നീങ്ങിയാൽ അമ്മ 9 ചുവട് മുന്നോട്ട് തള്ളിവിടും അവനെ. ഹല്ലേലൂയ. അതാണ് മരിയ ഭക്തിയുടെ പൂർണ്ണത. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, കുർബാനയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ എന്താണ് സൺഡേ സ്കൂളിൽ വേദപാഠം പഠിച്ചിരുന്ന വ്യക്തിയാ. അപ്പോൾ ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് പറയുമായിരുന്നു, പള്ളിയിൽ ഭക്തിയോടെ നിൽക്കണമെന്ന് പറയുമായിരുന്നു. മിഷൻ ലീഗ്, സൊഡാലിറ്റി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ആയിരുന്നു. പക്ഷേ കുർബാനയിൽ വരുമ്പോൾ പലപ്പോഴും ഞാൻ അലസമായി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതുപോലൊരു യുവജന ധ്യാനം 95 മൂവാറ്റുപുഴ ജീവജ്യോതി വെച്ച് നടക്കുകയാ. യുവജന ധ്യാനം കുർബാനയിൽ അങ്ങനെ അങ്ങ് നടന്നു എന്നല്ലാതെ വലിയ തീഷ്ണത ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരാധനാവേളയിൽ ദിവ്യകാരുണ്യ നാഥനെ എഴുന്നള്ളിച്ചു വെച്ച് അവിടെ ആരാധന ഞാൻ യേശുവേ എന്നൊന്ന് വിളിച്ചപ്പോൾ, ഹൃദയം തുറന്ന് വിളിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ഹൃദയം കത്തിയെരിയുന്ന ഒരു ദൈവസ്നേഹ അനുഭവം. മാത്രമല്ല കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ആകുലതയൊക്കെയാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത്. എന്റെ പാപാവസ്ഥകളും എന്റെ യുവജന സഹജമായ അവസ്ഥകളെയൊക്കെ സമർപ്പിച്ച് ഞാൻ ധ്യാനിക്കാൻ വേണ്ടി വന്നത്. ഒരു മോചനത്തിന് വേണ്ടിയാണ് ധ്യാനിക്കാൻ വേണ്ടി വന്നത്. അതെല്ലാം ഓർത്ത് ഞാൻ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ പൊട്ടിക്കരയുക. പൊട്ടിക്കരഞ്ഞപ്പോൾ ഒരു ആർദ്ര സ്വരം പോലെ എന്റെ ഹൃദയത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു വലിയ ദൈവസ്നേഹ അനുഭവം എനിക്ക് സ്വായത്തമാക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠം. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നേട്ടങ്ങൾ നെയ്യുന്ന, ഭൗതിക നേട്ടങ്ങൾ കൊയ്യുന്ന വ്യക്തിയാണെന്നാലും പ്രിയമുള്ളവരെ, അതിലെല്ലാം എത്രയോ കോടാനുകൂടി ശ്രേഷ്ഠതയുടെ നിറവാണെന്നറിയാമോ? പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ നിറവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം എന്നത് ഈ ദിവ്യകാരുണ്യ നാഥനെ നേടുക എന്നുള്ളതാണ്. ആ ധ്യാനം കഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ വെച്ചാ ഞാൻ വന്നത്, ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ വെച്ചാ. ഞാൻ അതെല്ലാം മാറ്റി പറഞ്ഞു, കർത്താവേ, എനിക്ക് പൊന്നും വേണ്ട, പണവും വേണ്ട, ജോലി, ഇതൊന്നുമല്ല. അതിലുപരി, അതൊക്കെ എനിക്ക് തരും എന്റെ ദൈവം. അതിലൊക്കെ ഉപരി പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന എന്റെ ഈശോയെ ഒരേ ഒരു ആഗ്രഹമേ ഞാൻ ഈ ധ്യാനത്തിൽ പറയുന്നുള്ളൂ. മരിക്കുന്നത് വരെ പരിശുദ്ധ കുർബാന മുടങ്ങുവാൻ ഇടയാകരുതേ. പ്രൈസ് ദി ലോർഡ്. മരിക്കുന്നത് വരെ പരിശുദ്ധ കുർബാന മുടങ്ങാൻ ഇടയാകരുത്.
എന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പറഞ്ഞു, പരിശുദ്ധ മാതാവേ, എന്റെ അമ്മേ, അമ്മയോട് കുഞ്ഞുമകൻ പറയുക, മരിക്കുന്നവരെ എനിക്ക് കുർബാന മുടങ്ങാൻ ഇടയാക്കിയേക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപേക്ഷിച്ചാൽ അമ്മ ഉപേക്ഷിക്കില്ല, അപേക്ഷിച്ചാൽ അമ്മ ഉപേക്ഷിക്കില്ല. മരിക്കുന്നവരെ കുർബാന മുടങ്ങാൻ ഇടയാക്കരുതെന്ന് അമ്മയോട് പറഞ്ഞു. 95 ഡിസംബർ 12 കൃത്യമായി ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇതാ ഇന്നുവരെ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ കണ്ടോ, ഞാൻ വലിയ ആത്മീയത നിൽക്കുക എന്ന് പറയാൻ വേണ്ടി അല്ല കേട്ടോ. പരിശുദ്ധ കുർബാനയില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പ്രിയമുള്ളവരെ, വായുവില്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ജീവിക്കാം. അല്പം ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും ക്രിസ്ത്യാനിക്ക് ജീവിക്കാം. എന്നാൽ പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കുക പ്രിയമുള്ളവരെ, കുർബാനയിലേക്ക് ഓടി അണയണം. നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കണം. അമ്മയെ മറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആ നിറവ് ഞങ്ങൾക്ക് അനുഭവമാകണം. ഇന്നും പറയട്ടെ പ്രിയമുള്ളവരെ, വലിയ പുണ്യപൂർണ്ണതയുള്ളതുകൊണ്ടല്ല, പാപിയായതുകൊണ്ടാ. അവന്റെ ചൂടും ചൂരും ഇല്ലെങ്കിൽ തീർന്നു പോകും. അതുകൊണ്ടാണ് ഈ കുർബാനയിലേക്ക് ഓടി അടുക്കുക. തൊടുപുഴയില് രാവിലെ കുർബാന അർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പാലായ്ക്ക് പോകും. പാലയിലുള്ള ആലമ്പള്ളിയുണ്ട്, എല്ലാ ദിവസവും 5:15 കുർബാനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എറണാകുളത്തിന് പോകും, ഒരു കണ്ണങ്കുന്ത് പള്ളിയുണ്ട് 6:15. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം 5:00 ഒരു കപ്പൽ പള്ളിയുണ്ട്. അതല്ലെങ്കിൽ ഒരു ബസലിക്ക പള്ളിയുണ്ട് 6 മണിക്ക് കുർബാന. അല്ലെങ്കിൽ ലിസി ഹോസ്പിറ്റൽ 7 മണിക്ക് കുർബാനയുണ്ട്. ഇനി അവിടെ അല്ലെങ്കിൽ ഞാൻ ഡിവൈനിൽ വരും, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കുർബാന ഉണ്ടാവും. ഹല്ലേലൂയ. മനസ്സ് വെച്ചാൽ കിട്ടുമെന്ന ബോധ്യമുണ്ട്. അത് വെറുതെ ഒരു ദിനം തയ്ക്കാൻ വേണ്ടിയല്ല. ഒരു ചെറിയ കരട് വീണ് കഴിഞ്ഞാൽ ഓടി കുമ്പസാരക്കൂട്ടിലേക്ക് അടുത്ത് ആ മോചനമേകി ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാൻ. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ കരുണയാണ് ഓരോ ഈരടികളും കുറിക്കുമ്പോൾ ലഭിക്കുന്ന പ്രചോദനങ്ങൾ. അവിടുന്നാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ പ്രയോജനരഹിതരായ ദാസൻ മാത്രം. ഹല്ലേലൂയ. അമ്മ സഹായിക്കും. പ്രിയമുള്ളവരെ, ഒരു ദിവസം കുർബാന മുടങ്ങിപ്പോയേക്കാവുന്ന ഒരു അനുഭവം ഉണ്ടായി. ചിറ്റൂർ ധ്യാന കേന്ദ്രത്തില് 2001 ഒരു അനുഭവം. മുൻ ഡയറക്ടർ ജോസ് ഉപ്പാണി എന്ന് പറഞ്ഞ അച്ഛനോടൊപ്പം മദ്രാസിൽ ഒരു യുവജന ധ്യാനത്തിൽ ചെല്ലാവോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടീമംഗങ്ങൾ എല്ലാവരും ഉണ്ട്, 12 പേരുണ്ട്. ഞങ്ങള് ഒരു വാഹനത്തിൽ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. 2001 ജനുവരി 10 രാവിലെ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ കുർബാന അർപ്പിക്കുന്നത് എപ്പോഴായിരിക്കും? അച്ഛൻ പറഞ്ഞു, നമുക്ക് യാത്രാമധ്യേ കോയമ്പത്തൂർ ബലി അർപ്പിക്കാന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കോയമ്പത്തൂർ ചെന്നു. അച്ഛന്റെ ഒരു സുഹൃത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ബലി അർപ്പിക്കാന്ന് കരുതി. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ അവിടെ അർപ്പിക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആകപ്പാടെ ഭയമായി. ദൈവമേ, 95 മൂലം മുടങ്ങാത്ത കുർബാന ഇന്ന് മുടങ്ങിപ്പോകുമോ? എനിക്ക് ആകപ്പാടെ പേടിയായി. എന്തായാലും പ്രിയമുള്ളവരെ, ഞാൻ അച്ഛനോട്, അച്ഛൻ നമ്മൾ പിന്നെ എവിടെ കുർബാന അർപ്പിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, മദ്രാസിൽ നിന്ന് കുർബാന അർപ്പിക്കാന്ന് പറഞ്ഞു. അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞു ചെന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഞാൻ വാഹനത്തിൽ നിരാശനായി. ദൈവമേ, എന്റെ കുർബാന മുടങ്ങിപ്പോകുമോ? അമ്മേ, എന്റെ കുർബാന മുടങ്ങാൻ ഇടയാകരുത് കേട്ടോ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡ്രൈവർ ആഞ്ചലോസ് എന്ന് പറയും. ആഞ്ചലോസ് വണ്ടി പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. ഏതായാലും വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ജപമാല ചൊല്ലി പറഞ്ഞു, അമ്മേ, ഇന്നെങ്ങാനും എന്റെ കുർബാന മുടങ്ങിയാൽ ഞാൻ അമ്മയുമായുള്ള കണക്ഷൻ വിടും. കാരണം അമ്മ അപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ലല്ലോ. ഞാൻ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ മദ്രാസിലെത്തി. സമയം 11 മണി രാത്രി. പ്രൈസ് ദി ലോർഡ്. പിന്നെ എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂറേ ഉള്ളൂ ആ ദിവസം പോകാന്. എനിക്ക് ആകപ്പാടെ അസ്വസ്ഥമായി. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ സമയം 11:15. ഞങ്ങൾ താമസിക്കേണ്ട സൗകര്യം ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്. അവിടെ ചെന്നപ്പോൾ 11:15. ഞാൻ ചെന്നതേ അവിടുത്തെ വീട്ടിൽ ആന്റിയോട് ചോദിച്ചു, ആന്റി, ഇവിടെ അടുത്തോടെ പള്ളി? ആന്റി പറഞ്ഞു, 3/4 മണിക്കൂർ യാത്ര ചെയ്താൽ സാന്തോം ചർച്ചിലെത്താം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുർബാന എങ്ങനെയാണേലും അന്നില്ല. പ്രിയമുള്ളവരെ, എന്റെ ഹൃദയം തേങ്ങി. കാരണം 95 വരെ മുടങ്ങാത്ത കുർബാന അന്ന് മുടങ്ങിപ്പോയല്ലോ. അവിടെ തിരുഹൃദയ രൂപനായ ഈശോയുടെ രൂപമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ചെറിയൊരു തിരുസ്വരൂപമുണ്ട്. ഞാൻ ആ രൂപത്തിലേക്ക് നോക്കി പറഞ്ഞു, ഈശോയെ, അങ്ങ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാന്ന് പറഞ്ഞിട്ട് എന്താ കർത്താവേ ഇന്ന് ഞാൻ മറ്റൊന്നും അല്ല ചോദിച്ചത്, പരിശുദ്ധ കുർബാന ചോദിച്ചിട്ട് എനിക്കിന്ന് കിട്ടിയില്ലല്ലോ.
അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പറഞ്ഞിട്ട് എന്താ അമ്മ ഇന്ന് എന്റെ കുർബാന മുടക്കിയത്? രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അവരങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ ചങ്കു പൊട്ടി ചിലപ്പോ കരഞ്ഞു പറഞ്ഞാലും രണ്ടുപേരും മിണ്ടിയല്ല. പ്രിയമുള്ളവരെ, ഈ മിണ്ടാത്തതിന് അർത്ഥമുണ്ട്. വലിയ കാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക്. നിങ്ങൾക്കറിയണോ, അവിടുത്തെ ആന്റി അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, എന്നാ അച്ഛൻ എല്ലാവരും തളർന്നിരിക്കുന്നു? അച്ഛൻ പറഞ്ഞു, യാത്രാക്ഷീണമുണ്ട്, പിന്നെ ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഉടനെ ആന്റി പറഞ്ഞു, സാരമില്ല അച്ഛാ, നമുക്ക് രാവിലെ പള്ളിയിലേക്ക് പോയി കുർബാന അർപ്പിക്കാം. അപ്പോഴും എന്റെ വിഷമം ആർക്കും അറിയില്ല. പെട്ടെന്ന് അകത്ത് പോയ ആന്റി വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ നമുക്കൊരു കാര്യം ചെയ്താലോ? അച്ഛൻ ചോദിച്ചാൽ എന്താ? ഇവിടെ യുവജന ധ്യാനത്തിന് ഒരു കോളേജിലാണ് ധ്യാനം നടത്തുന്നത്. ആ ധ്യാനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി, ബലിയർപ്പണം കൊണ്ടാൻ വേണ്ടി ഇവിടെ ഓസ്തി, വീഞ്ഞ്, പൂക്കള് ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അച്ഛനെ ലത്തീൻ ഗ്രന്ഥത്തിലുള്ള പുസ്തകം ഉണ്ടായിരുന്നു, കുർബാന പുസ്തകം. ആ വീട്ടിൽ ബലിപീഠം ഒരുങ്ങിയപ്പോൾ എന്റെ ദേഹത്തുകൂടി ഒരു വൈദ്യുത പ്രവാഹം കടന്നു പോകുന്ന അനുഭവം. കാരണം നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ വിളിക്കുക ഞാൻ ഉത്തരമരുളുമെന്ന് അരുളി ചെയ്ത ക്രിസ്തു അവിടെ വീണ്ടും ബലിയർപ്പിക്കുകയാ. പ്രിയമുള്ളവരെ, അത് മറ്റാർക്കും വേണ്ടിയല്ല, അവിശ്വാസിയായ ഈ പാപിയായ മോന് വേണ്ടിയാണെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു. മോനെ, നിനക്ക് വേണ്ടി ഞാൻ ഇനിയും ബലിയാകാം. നീ ഒന്ന് മടങ്ങി വരാൻ, നീ ഒന്ന് തിരിച്ചു വരാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ഒരു സാധ്യതയുമില്ലാത്തിടത്ത് ഞാൻ നിനക്ക് ബലിയാകാം. ക്രിസ്തു പറയുന്നത് പോലെ ടീമങ്ങളുടെ ഏറ്റവും പിന്നിൽ ഞാൻ മുട്ടുകുത്തിരുന്നു കുർബാന സമയത്ത്. കാരണം ഞാൻ കരയുന്നത് ആരും കാണരുതല്ലോ. എന്റെ കണ്ണിപ്പോഴും നിറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്നത് കാരണം അവിശ്വാസിയായ ഈ മാനു വേണ്ടി ആ തമ്പുരാൻ വീണ്ടും ബലിയായി മാറുകയാണ്. കുർബാന അർപ്പണം ദിവ്യകാരുണ്യനാഥൻ അതിരത്തിലൂടെ ഹൃദയത്തിൽ കടന്നു വന്നു. സമാപന ആശീർവാദം കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയോടും കൂടെ. അച്ഛന്റെ സമാപന ആശീർവാദം നൽകിയപ്പോൾ ഞാൻ നിറകണ്ണുകളോടെ ചുവരിലെ ക്ലോക്കിൽ നോക്കി. സമയം 11:59. ഹല്ലേലൂയ. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണത്തിന് പോയി. കുർബാന കഴിഞ്ഞ് എനിക്ക് വിശന്നില്ല. കാരണം എങ്ങനെ വിശക്കും? എന്റെ ദൈവം എനിക്ക് വേണ്ടി വീണ്ടും ഇറങ്ങി വന്നില്ലേ? ഞാൻ ആ മാതാവിന്റെ തിരുസ്വരൂപം എടുത്തുകൊണ്ട് ആ വീടിന്റെ ടെറസിൽ കയറി. എന്താണെന്നറിയാമോ? ഒന്ന് ഒച്ചയ്ക്ക് പൊട്ടിക്കരയാൻ വേണ്ടിയായിരുന്നു. ഒച്ച വെച്ച് ഒന്ന് അലറിക്കരയണം. ഈ സ്നേഹം മുഴുവൻ ഒന്ന് ഒഴുക്കി തീർക്കണമല്ലോ. കരഞ്ഞു, കുറെ അധികം കരഞ്ഞു. അമ്മയുടെ തിരുസ്വരൂപം നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, ഇല്ല അമ്മേ, ഇനി ബേബിച്ചിനൊരിക്കലും കൂട്ടുവെട്ടില്ല. എല്ലാവരും ഉറങ്ങിയപ്പോഴും ബേബിച്ചിന് ഉറങ്ങിയില്ല. വെറുതെ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. എപ്പോഴോ ഡയറിയുടെ താളിൽ ഇങ്ങനെ കുറിച്ചു, ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. കഴിച്ചല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ ഗാനങ്ങളൊക്കെ ഒരുപക്ഷെ കേൾക്കുന്നത് ഓർക്കുക. ഈ പാവങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലെ അനുഭവങ്ങൾ ആ ദൈവം തന്നെ കുറിച്ച് വെക്കുന്നതാ. എത്ര നല്ല സ്നേഹം എന്റെ ഈശോ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ എളിയ സഹോദരൻ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. എത്രയോ കഴിവുകൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നു. സർഗാത്മക കഴിവുകൾ അതങ്ങനെ, പഠിക്കുവാനുള്ള കഴിവുകൾ അങ്ങനെ, വിവിധ കഴിവുകൾ അങ്ങനെ. പ്രിയപ്പെട്ട പെങ്ങളെ, എന്തിനാണെന്നറിയാമോ നിനക്ക് പഠിക്കുവാൻ കഴിവ് തന്നിരിക്കുന്നത്? നീ പഠിച്ചു വളർന്ന് നീ ഒരു ചുറ്റുമതിൽ കെട്ടി ഒരു വലിയ ബംഗ്ലാവ് തീർത്ത് അവിടെ തീരുവാനുള്ളതല്ല, മറിച്ച് നീ ലോകത്തിന്റെ അനുഗ്രഹമായി മാറണം. പ്രിയപ്പെട്ട സഹോദര, നീ ക്രിസ്തുവിന്റെ സാക്ഷിയായി ലോകം മുഴുവൻ അനുഗ്രഹമായി പെയ്തിറങ്ങണം. അതിനുവേണ്ടിയാ ഈ അമ്മ ഓടുന്നത്. അമ്മ എന്ന് പറയുന്ന മക്കളെ, പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. എന്റെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു, എന്റെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു. അവർക്കാർക്കും ദൈവത്തെ വേണ്ട, ദൈവത്തെ വേണ്ട. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിൽ കുറിക്കാം, ദൈവത്തെ മറന്ന് ജീവിക്കരുത്. നമുക്ക് ദൈവമായിരിക്കണം സർവ്വതവും. കുഞ്ഞുനാളിൽ പഠിച്ചത് മറന്നുപോയോ? വിശ്വാസത്തിന്റെ ദൈവം കെട്ടുപോവുകയാണോ കുഞ്ഞെ? ഓർക്കണം, ലോകസുഖമോഹമെല്ലാം കടന്നുപോകും, മാനവന്റെ നേട്ടം തകർന്നു വീഴുമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
സമ്പത്തോ സ്ഥാനമാനമോ പേരോ പ്രശസ്തിയോ പെരുമയോ ദൈവത്തിന്റെ ശ്രേഷ്ഠതയുടെ 1 കോടിയിൽ അംശം വരില്ലല്ലോ. ലോകത്തെത്ര നേടിയാലും ഒന്നും കൊണ്ടുപോവുകയില്ല നമ്മള്. പ്രിയമുള്ളവരെ, ഓർക്കണം, ഇന്ന് തീരുന്ന ജീവിതങ്ങൾ, അനേക നേട്ടങ്ങൾ, ലോക നേട്ടങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഓർക്കുക, ശാശ്വതമായ സത്യവും ശാശ്വതമായ നേട്ടവും ക്രിസ്തുവാണ്. അതിനുവേണ്ടി ഉള്ളുരുകി അമ്മ നമുക്ക് വേണ്ടി സഹായിക്കും. ആ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേരണം. പ്രിയമുള്ളവരെ, ഒരു പിറവി തിരുനാൾ ഒപ്പം പരിശുദ്ധ അമ്മയോടുകൂടി നീങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കണം, അമ്മയുടെ ഉത്തിരീയം കഴുത്തിൽ അണിയണം. പെങ്ങന്മാരെ, നിങ്ങൾക്ക് മനോഹരമായ ആഭരണങ്ങളുണ്ടല്ലോ, ഒപ്പം ഉത്തിരീയം ധരിക്കുക. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, ഒരു വെന്തിങ്ങ ധരിക്കുക. എല്ലാവിധ ആപത്തുകൾ, അപകടങ്ങൾ 1251 ജൂലൈ 16 ഇതാ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മകനെ, ഉത്തിരീയം ധരിക്കുന്ന എന്റെ മക്കളെ, എല്ലാവിധ ആത്മീയവും ശാരീരികവുമായ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞാൻ കാത്തുരക്ഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഉത്തിരീയ ഭക്തി, ജപമാല ഭക്തി, ഇതാ തിരുസഭയോട് ചേർന്ന് പ്രിയമുള്ളവരെ നമ്മൾ മുന്നേറും. അമ്മയോട് സ്നേഹിക്കുമ്പോൾ അമ്മ നമ്മളെ തിരുസഭയുടെ ആധികാരികതയിലേക്ക് നയിക്കും. അങ്ങനെ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ സഭാധികാരികൾക്ക് ഒത്തിരി വിധേയപ്പെട്ട് നിൽക്കും. നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പലപ്പോഴും അവരുടെ ശൂന്യതകൾ കണ്ട് അവരെ കുറ്റമതിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ മാതൃഭക്തി തിരിക്കുന്നത് അവരുള്ള സ്നേഹത്തിലേക്കാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും. ഒന്നാമത്തെ രഹസ്യം തിരുസഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ പിതാവിനും വേണ്ടി. രണ്ടാമത്തെ രഹസ്യം തിരുസഭയ്ക്കും എല്ലാ കർദിനാൾ തിരുസഭത്തിനും മെത്രാന്മാർക്കും വേണ്ടി. മൂന്നാമത്തെ രഹസ്യം എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി. നാലാമത്തെ രഹസ്യം എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും സന്യാസിനാസിനികൾക്കും വേണ്ടി. അഞ്ചാമത്തെ രഹസ്യം എല്ലാ ആത്മായ പ്രേക്ഷിതർക്കും മിഷണറിമാർക്കും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഈ വൈദിക വർഷത്തില് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ അമ്മയോട്, എല്ലാ വൈദികർക്കും വേണ്ടി. അങ്ങനെ നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ ദേശത്തിനും തിരുസഭയ്ക്കൊക്കെ അനുഗ്രഹങ്ങളായി നമുക്ക് മാറാം. പ്രിയമുള്ളവരെ, നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. ഒരു ജന്മം, ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകിയ ദൈവം, അതെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുക. സഹനങ്ങളും കുരിശുകളും പ്രതികൂലതകളും വേദനകളും ആകുലതകളും ഉത്കണ്ഠകളും നിരാശകളും ഒക്കെ നിന്നെ തളർത്തിയേക്കാം. എങ്കിലും ക്രിസ്തു എന്ന വെട്ടം നിന്റെ മുൻപിൽ പ്രകാശമായി നീങ്ങുമ്പോൾ അവനെ ലക്ഷ്യം വെച്ച് നീങ്ങുക.